നമസ്കാരം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്ത് വന്നു. നരേന്ദ്രമോദിക്ക് ചരിത്രം അറിയില്ലെന്നും BJP പയറ്റുന്നത് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണെന്നും ജയറാം രമേശ് പറഞ്ഞു. ലീഗിന്റെ മുദ്ര പേറുന്നതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന പ്രധാനമന്ത്രിയുടെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിക്ക് ചരിത്രത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റ് മുഖർജി ബംഗാളിൽ മുസ്ലിം ലീഗിന്റെ സഖ്യ സർക്കാരിന്റെ ഭാഗമായിരുന്നു. സിന്ധിലും വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലും ഹിന്ദു മഹാസഭ മുസ്ലിം ലീഗുമായി സഖ്യത്തിലായിരുന്നു. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്നത് BJP ആണ്, കോൺഗ്രസ് അല്ല എന്നും ജയറാം രമേശ് കുറ്റപ്പെടുത്തി. ഇന്നത്തെ ഇന്ത്യയുടെ പ്രതീക്ഷകളിൽ നിന്നും അഭിലാഷങ്ങളിൽ നിന്നും പൂർണ്ണമായി വേർപെട്ട് നിൽക്കുന്നതാണ് കോൺഗ്രസ് പാർട്ടി എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ പ്രകടന പത്രിക എന്നതായിരുന്നു മോദിയുടെ വിമർശനം. സ്വാതന്ത്ര്യ സമരകാലത്ത് മുസ്ലിം ലീഗിലുണ്ടായിരുന്ന അതേ ചിന്താധാരയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലും പ്രതിഫലിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ മുദ്ര പേറിക്കൊണ്ടുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക. ബാക്കിയുള്ളിടത്ത് ഇടതുപക്ഷത്തിൻ്റെ ആധിപത്യവും എന്നായിരുന്നു മോദിയുടെ വിമർശനം. അധികാരത്തിൽ എത്തിയ ശേഷം കമ്മീഷൻ കൈപ്പറ്റുക എന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമെന്നും എന്നാൽ NDA മുന്നണി ഒരു മിഷനിലാണ് ഉള്ളതെന്നും മോദി പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 370-ൽ അധികം സീറ്റുകളിൽ വിജയിക്കാതിരിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടം. ഭരണത്തിൽ ഇരുന്നപ്പോൾ കോൺഗ്രസിൻ്റെ ശ്രദ്ധ കമ്മീഷൻ കൈപ്പറ്റുന്നതിലായിരുന്നു. ഇന്ത്യ മുന്നണിയും അധികാരത്തിലെത്തിയ ശേഷം കമ്മീഷൻ കൈപ്പറ്റാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ NDAയും മോദി സർക്കാരും ഒരു മിഷനിലാണെന്നും ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ കടുത്ത വിമർശനവുമായി മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും രംഗത്ത് വന്നിരുന്നു. മോദി ജനാധിപത്യത്തെയും രാജ്യത്തെയും നശിപ്പിക്കുകയാണെന്ന് അവർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷത്തുള്ള നേതാക്കളെ പാർട്ടിയിൽ ചേർക്കാൻ BJP സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അവർ ആരോപിച്ചു. ജയ്പൂരിലെ ഒരു റാലിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു സോണിയ. രാജ്യത്തെ ജനാധിപത്യം അപകടത്തിലാണെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെടുകയും ഭരണഘടന തന്നെ മാറ്റാനുള്ള ഗൂഢാലോചന നടക്കുകയാണെന്നും സോണിയ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും അസമത്വവും അതിക്രമങ്ങളും ഇല്ലാതാക്കാൻ സർക്കാർ എന്താണ് ചെയ്തത് എന്നും അവർ ചോദിച്ചു. മഹാനായി ഭാവിച്ചുകൊണ്ട് മോദി രാജ്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അന്തസ്സ് കീറിമുറിക്കുകയാണെന്നും സോണിയ കുറ്റപ്പെടുത്തി. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം ഇന്ന് അപകടകരമായ അവസ്ഥയിലാണ്. ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്നു. ഭരണഘടന തന്നെ മാറ്റിയെഴുതാനുള്ള ഗൂഢാലോചന നടക്കുന്നു. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം, രാജ്യത്തുണ്ടാകുന്ന അതിക്രമങ്ങൾ എന്നിവ നേരിടാൻ ഒന്നും ചെയ്യാത്ത സർക്കാരാണ് കഴിഞ്ഞ 10 വർഷമായി രാജ്യം ഭരിക്കുന്നത്. സ്വയം മഹാനായി കാണുന്ന നരേന്ദ്രമോദി രാജ്യത്തിൻ്റെ അന്തസ്സിനെയും ജനാധിപത്യത്തെയും കീറിമുറിക്കുകയാണ്. അനീതിയുടെ ഇരുട്ടാണ് എല്ലായിടത്തും. BJPക്കെതിരായ യുദ്ധത്തിൽ എല്ലാ വോട്ടർമാരും അണിചേരണമെന്നും സോണിയാഗാന്ധി പറഞ്ഞു. സോണിയാഗാന്ധിക്കൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക വാദ്ര എന്നിവരടക്കമുള്ള നേതാക്കളും പങ്കെടുത്തു. ജയ്പൂരിൽ നടന്ന റാലിയിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയും അവതരിപ്പിച്ചു. EVMൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത കാലമാണ് ഇതെന്നായിരുന്നു പ്രിയങ്ക വാദ്രയുടെ ആരോപണം. ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ ആരംഭിച്ച സ്ഥാപനങ്ങൾ ഇന്ന് ദുരുപയോഗം ചെയ്യപ്പെടുന്നു. തൊഴിലില്ലായ്മ തുടച്ചു നീക്കാൻ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളൊന്നും മോദി സർക്കാർ നിറവേറ്റിയിട്ടില്ല. കർഷകർ തെരുവിൽ സമരം ചെയ്യുന്നു. എന്നാൽ അവരെ ശ്രദ്ധിക്കാൻ മോദിക്ക് സമയമില്ല എന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. ഇന്നലെയാണ് കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. തൊഴിലില്ലായ്മയ്ക്കാണ് പ്രകടന പത്രികയിൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. സാമൂഹ്യ, സാമ്പത്തിക, ജാതി സെൻസസ് നടപ്പിലാക്കുമെന്നും പ്രകടന പത്രികയിൽ ഉറപ്പ് നൽകുന്നു. സർക്കാർ പൊതുമേഖലാ ജോലികളിൽ കരാർ നിയമനങ്ങൾ ഒഴിവാക്കും. പട്ടികജാതി പട്ടികവർഗ OBC സംവരണം വർദ്ധിപ്പിക്കും. കേന്ദ്ര സർക്കാർ ജോലിയിൽ 50% വനിതകൾക്ക് നൽകും തുടങ്ങിയ വാഗ്ദാനങ്ങളും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ട്. പാവപ്പെട്ട സ്ത്രീകൾക്ക് വർഷം 1 ലക്ഷം രൂപ നൽകുമെന്നും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നു.